Hello everyone, Homely Adventures എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് ഞങ്ങളുടെ ഹലോ എവരിവൺ, ഹോംലി അഡ്വഞ്ചേഴ്സ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എയർ ബ്ലോവർ ആണ്. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ഇതൊരു ടിന്നാണ്, ഒരു പൊട്ടറ്റോ സ്റ്റിക്സിൻ്റെ ടിന്നാണ്. ഒരു ടിന്ന് വന്നു, പിന്നെ ഒരു കോളയുടെ ബോട്ടിൽ കാലി, പിന്നെ ഇതൊരു ബാറ്ററി കേസ്, ഇത് ഒരു മോട്ടറാണ്, അതിൻ്റെ ഒപ്പം ഇതൊരു സ്വിച്ച്. ഓക്കെ, പിന്നെ ഒരു ബോട്ടിലും എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറെക്കുറെ ഇതിവിടെ വെച്ച് നമുക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം അവിടെ വെച്ചിട്ട് അപ്പോൾ നമ്മളങ്ങനെ പാത്രം ഇത് മിഠായിയുടെ ഡബ്ബയോ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതായാലും മതി. ഇപ്പോൾ എനിക്ക് കുക്കീസിൻ്റെ ഒക്കെ ഡബ്ബ കിട്ടും ഇതുപോലെ. അടുത്തത് അതേപോലെ തന്നെ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കുറച്ചും കൂടി സേഫ് ഇതാണ്. നല്ല കഷ്ണം കീറിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ആ കുപ്പിയുടെ മൂടി എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇടണം. ഇത് ഇച്ചിരി പഴുത്ത കമ്പിയാണ്, അപ്പോൾ അത് വെച്ച് ഞാനൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ കുപ്പിയുടെ മൂടിയിൽ ഇതുപോലെ കത്തി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് സൈഡിൽ, അതായത് ക്രോസ് പോലെ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇത്ര ഇറങ്ങിയാൽ മതി, ഫുള്ള് കട്ട് ചെയ്തിടണമെന്നില്ല. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിലും കട്ട് ചെയ്യണം. അപ്പോൾ ഒരു സൈഡിൽ കട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി അപ്പുറത്തെ സൈഡിലും കട്ട് ചെയ്യണം അതുപോലെ. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൊക്കക്കോളയുടെ സ്ലൈഡ്സ്, ആ കഷ്ണങ്ങൾ അവിടെ ഇറക്കി വെക്കണം. ഇതാണ് നമ്മുടെ ലീഫ്. ഇതൊന്ന് ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കണം. ഗ്ലൂ ഗൺ വെച്ച് ഉറപ്പിക്കുകയാണ്. അപ്പോൾ അതിന് ഓരോന്നോരോന്നായിട്ട് ചെയ്തിരിക്കുന്നത് നല്ലത്. അപ്പോൾ ആദ്യത്തെ ലീഫ് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഗ്ലൂ ഗൺ വെച്ച് ഉറപ്പിക്കുകയാണ് നമ്മൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ 4 ലീഫും ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു. ഇത് നല്ല സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ ഇനി അടുത്തത് വേണ്ടത് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഡബയുടെ ബാക്കിൽ സെൻറ്ററിലായിട്ട് ഒരു ഊട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഡ്രില്ല് ചെയ്യാണ് അവിടെ. അപ്പോൾ ഇനി അടുത്തതായി ഞാൻ ആ മോട്ടർ ആ ഡബയുടെ ബാക്കിൽ ഗ്ലൂ ഗൺ വെച്ച് പശ തേച്ച് ഒട്ടിക്കുകയാണ്. ഇത് ചെറുതായിട്ട് റൗണ്ടിൽ പശ ഇട്ടു. ഇനി ആ മോട്ടർ അവിടെ നോക്കി വെക്കുകയാണ്. അപ്പോൾ മോട്ടർ നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി ഇത് കുറച്ചും കൂടി സ്ട്രോങ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് മോട്ടർ വാങ്ങിച്ചപ്പോൾ തന്നെ കിട്ടിയ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കഷ്ണമാണ്. ഇതില്ലെങ്കിൽ ഗ്ലൂ ഗൺ തന്നെ അവിടെ ശരിക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് സ്ട്രോങ് ആയിട്ട് ആ മോട്ടർ ഇരിക്കുന്ന രീതിയിലാക്കിയത്. അപ്പോൾ അടുത്തത് നമുക്ക് ഈ ലീഫ് കണക്ട് ചെയ്യാന്നുള്ളതാണ്. ലീഫിനെ നമ്മൾ ഉറപ്പിക്കാന്നുള്ളതാണ്. അപ്പോൾ അത് ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മോട്ടറിനെ നമുക്ക് ഈ ബാറ്ററി ആയിട്ട് സോൾഡർ ചെയ്ത് വയ്ക്കാം. നമുക്ക് ഈ ബാറ്ററി ഇവിടെ ഫിക്സ് ചെയ്യാൻ വേണം. ഒപ്പം ഇവിടെ ഒരു സ്വിച്ചും പിടിപ്പിക്കണം. അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ബാറ്ററിയുടെ കേസ് ഇച്ചിരി ഗ്ലൂ ഗൺ വെച്ച് ഇച്ചിരി ഗ്ലൂ ഇട്ട് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്കൊരു സ്വിച്ച് പിടിപ്പിക്കണം. അതിന് വയർ ഞാൻ നടുക്കുന്ന കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ആ കട്ട് ചെയ്ത വയർ അതിൻ്റെ രണ്ടറ്റവും ഒരു സ്വിച്ചിൽ സോൾഡർ ചെയ്ത് വെക്കുകയാണത്. ആ സ്വിച്ച് സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഈ ബാറ്ററിയും മോട്ടറൊക്കെ ഇരിക്കുന്ന ഭാഗം ഒന്ന് കവർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ഡബ്ബയാണ് എടുത്തിരിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ചെറുതായിട്ടൊന്ന് കീറിയിട്ട് ആ സ്വിച്ച് പുറത്തേക്ക് വരാൻ പറ്റുന്ന രീതിയിൽ ആക്കി കീറി എടുത്തിരിക്കുകയാണ്. ഇത് വേണ്ടെങ്കിൽ ഒരു
കാണാൻ പറ്റാത്ത, അതായത് ഇപ്പോൾ പ്ലാസ്റ്റിക് കാണാൻ പറ്റുന്ന ടൈപ്പ് ഡബ്ബയാണ് യൂസ് ചെയ്തേക്കുന്നത്. അല്ലാത്ത ഡബ്ബ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ സ്വിച്ച് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചേക്കണ പോലെ തന്നെ ആ ഡബ്ബയും 2 ഡബ്ബയും ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കണം. അപ്പോൾ അതിങ്ങനെ പോരില്ല. അപ്പോൾ അത് ആ ബാറ്ററി സെറ്റപ്പൊക്കെ അതിനകത്ത് തന്നെ ഇരിക്കും. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഒരു കുപ്പിയാണ്. അപ്പോൾ കുപ്പി ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ എയർ ബ്ലോവറിൻ്റെ എയർ പുറത്തേക്ക് പോകുന്നത് ഈ കുപ്പിയുടെ ഈ മൂടിൽ ഈ വായു ഭാഗത്ത് കൂടിയാണ്. അതുകൊണ്ട് ചരിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ഇത് ചരിച്ച് കട്ട് ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഡബ്ബയുടെ സൈഡിൽ ഒരു 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 ഊട്ട വരുത്തിയിട്ട് അവിടെ അത് വെക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ ചരിച്ച് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ആ ഡബ്ബയുടെ അവിടെ മാർക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ കുപ്പിയുടെ മൂടി അല്ലെങ്കിൽ കുപ്പിയുടെ ഈ ഭാഗം അവിടെ വെച്ചിരിക്കുന്ന ഹോൾ വെച്ചിട്ട് അതിൽ ഗ്ലൂ ഗൺ വെച്ച് നന്നായിട്ട് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ച് ഗ്ലൂ ചെയ്യുമ്പോൾ ശരിക്കും ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റ് അതുവഴി ആ ഇടയിൽ കൂടി പുറത്തു പോകാത്ത രീതിയിൽ ഗ്ലൂ ചെയ്യണം. ഇനി അടുത്തത് വേണ്ടത് നമ്മുടെ ഡബ്ബയുടെ മോൾ ഭാഗത്ത് ഇതേപോലെ 3-4 ഊട്ട വെക്കണം. അപ്പോൾ കാറ്റ് അകത്തേക്ക് വലിക്കുന്നത് ഇതുവഴിയാണ്. അതുകൊണ്ടാണ് അവിടെ 3-4 ഊട്ട നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ മിനി എയർ ബ്ലോവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഡബ്ബയുടെ മൂടി മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു പേപ്പർ കഷ്ണം എടുത്ത് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, അത് പേപ്പർ പറന്നു പോകുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇത് റോട്ടിൽ കിടക്കുന്ന ഇലയാണ്, അതും ഈസി ആയിട്ട് പറന്നു പോകുന്നുണ്ട്. ഇനി വീട്ടിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നൂല് ഞാൻ ഓൾറെഡി വെച്ച് അതിലും കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഞെക്കിയേക്കണേ.